വിദേശ സായിപ്പന്മാര് വന്ന് കുട്ടനാട്ടിൽ വന്ന് ഞങ്ങളവിടെ വള്ളത്തിൽ കയറിയ കഥ. വള്ളത്തിൽ കയറിയപ്പോ വള്ളക്കാരനോട് ദിഭാഷി മുഖാന്തരം ചോദിച്ചു, നിനക്ക് തിയോളജി അറിയാമോ? അറിയത്തില്ല. നിന്റെ ആയുസ് കാൽഭാഗം പോയി. നിനക്ക് ബയോളജി അറിയാമോ? അറിയത്തില്ല. നിന്റെ ആയുസിന്റെ അരഭാഗം പോയി. അല്പം കഴിഞ്ഞപ്പോ ചോദിച്ചു, നിനക്ക് സുവോളജി അറിയാമോ? അതും അറിയത്തില്ല. നിന്റെ ആയുസിന്റെ മുക്കാഭാഗം പോയി. അപ്പോഴാണ് പെട്ടെന്ന് ഒരു കാറ്റും മഴയെല്ലാം കൂടെ ഒന്ന് വള്ളത്തെ വെള്ളം കയറി. വള്ളം മുങ്ങാൻ പോയപ്പോ വള്ളക്കാരൻ തിരിച്ച് സായിപ്പന്മാരോട് ചോദിച്ചു, സായിപ്പന്മാരെ നീന്തോളജി അറിയാവോ എന്ന് ചോദിച്ചു. സായിപ്പന്മാർ അറിയത്തില്ലെന്ന് പറഞ്ഞു. കുറെ വള്ളക്കാരൻ പറഞ്ഞത് നിന്റെ ആയുസ് മുഴുവൻ പോയെന്നാ പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അറിയപ്പെടാത്ത ഒത്തിരി കാര്യങ്ങൾ അറിയുന്നതിനേക്കാൾ നല്ലത് അറിയപ്പെടേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള അറിവാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ വേണ്ടിയ അറിവ് എന്റെ യേശു എന്റെ രക്ഷകനാണെന്നുള്ള ഒരു വലിയ അറിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 12 പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ലോകത്തിൽ ദേവന്മാരെന്ന് പേരുള്ള പലരുണ്ട്, എന്നാൽ അവരാരും ദേവന്മാരല്ല. സാക്ഷാൽ രക്ഷകൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ലോകത്തിൽ അനേക അവതാര പുരുഷന്മാർ അവതരിച്ചിട്ടുണ്ട്, എന്നാൽ അവരാരും രക്ഷകനല്ല. രക്ഷകൻ ഒറ്റയാളെ ഉള്ളൂ, ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശു മാത്രം.